കത്രിക വയ്ക്കും മുമ്പ് അതൊന്ന് കാണുക എന്നുള്ളത് ഒരു പ്രേക്ഷകൻ്റെ സിനിമാ പ്രേമിയുടെ അവകാശമാണ്. അതുകൊണ്ട് വന്നതാണ്. സെൻസറിങ് ഒന്ന് കഴിഞ്ഞു, അതെല്ലായിടത്തും എല്ലായ്പ്പോഴും ഉള്ളതാണ്. ഇതിനിപ്പം രണ്ടാം സെൻസറിങ് വരാൻ പോകുന്നു. ഞാൻ വായിച്ചത് വോളണ്ടറി സെൻസറിങ് എന്നാണ്. അന്ന് സെൻസറിങ് അറിയില്ല. ശരിക്കും ഒരു കൈ ഇങ്ങനെ പിടിച്ച് തിരിക്കും, ആം ട്വിസ്റ്റിംഗ് എന്ന് പറയും. കൈ പിടിച്ച് തിരിക്കുമ്പോഴത്തേക്കും വേദന കൊണ്ട് അയ്യോ ഒക്കെ എന്നൊക്കെ പറയും ആൾക്കാർ. അതുപോലെ ടെസ്റ്റ് അതായിരിക്കും ചിലപ്പോൾ ഈ വോളണ്ടറി സെൻസറിങ്. എന്തായാലും ചരിത്രവും സത്യവും ഒന്നും ആർക്കും ഇങ്ങനെ കത്രിക കൊണ്ടോ വാളുകൊണ്ടോ വെട്ടിമാറ്റാൻ പറ്റില്ല. ഈ സിനിമയിലെ 10-17 സീൻസ് വെട്ടിമാറ്റിയത് കൊണ്ട് ആ സംഭവത്തിൻ്റെ സത്യങ്ങളൊന്നും മാഞ്ഞു പോകാൻ പോകുന്നില്ല. ഗുജറാത്ത് കലാപവും ആ കലാപത്തിൻ്റെ പുറകിലെ പങ്കാളികളും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ നിറവും എല്ലാം ഇന്ത്യക്കറിയാം. അത് എമ്പുരാൻ സിനിമയിൽ അത് തൽക്കാലം വെട്ടിമാറ്റി ആ ഭാഗം ഒഴിവാക്കി കാണിച്ചാലും ആ സത്യമൊന്നും മാഞ്ഞു പോകാൻ പോകുന്നില്ല. സത്യം ഏത് കത്രികയേക്കാളും വലുതാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് 17 കട്ടുകൾ വീണ്ടും വരുന്നു. അതിനിടയിൽ ഇപ്പോൾ മോഹൻലാൽ അടക്കം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഈ പടം കാരണം ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമാപണം നടത്തുകയാണ്. എമ്പുരാൻ ടീം മുഴുവൻ അതിനകത്ത് ഖേദിക്കുന്നു എന്ന രീതിയിലാണ് ഒരു ക്ഷമാപണമായിട്ട് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞതിനാണോ അദ്ദേഹം ഈ ക്ഷമ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്? മുഴുവൻ ആളുകളും ഈ ഇടത് വലത് വ്യത്യാസമില്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും പൊതുസമൂഹവും ഒക്കെ ഇവർക്ക് പിന്തുണ കൊടുക്കുമ്പോഴും അവർക്കൊരു ധൈര്യമില്ല. അവർ പ്രിയപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഈ പ്രിയപ്പെട്ടവരെന്ന് അതിനെപ്പറ്റി പറയുന്നത്? മോഹൻലാലുമായിട്ടൊരു തർക്കത്തിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും പറയുന്നു. ആം ട്വിസ്റ്റിംഗ്, കൈ പിടിച്ച് തിരിക്കലാണ്. തിരിക്കുമ്പോഴത്തേക്കും വേദന കൊണ്ട് പലരും പറയും, ഖേദിക്കുന്നു എന്ന് പറയും, ആർക്കും പങ്കില്ല എന്ന് പറയും. ഒരു വലിയ കലാകാരനെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നു. ആരാണോ എത്തിച്ചത് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സംഘപരിവാർ മോഹൻലാലിനെ പോലെ വലിയൊരു നടൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് ക്ഷമാപണം നടത്തുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണോ അതിൻ്റെ? അല്ല, അങ്ങനെയാണോ എന്നെനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സംഘപരിവാറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സംഘപരിവാറിൻ്റെ വക്താക്കൾ പറഞ്ഞു കഴിഞ്ഞു, സെൻസർ ബോർഡിലെ BJP നോമിനികൾ അവരുടെ ദൗത്യം വേണ്ടതുപോലെ നിറവേറ്റിയില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? വെട്ടിമാറ്റേണ്ട ഭാഗം വെട്ടിമാറ്റാതെ പ്രേക്ഷകൻ്റെ അടുത്തേക്ക് എത്തിച്ചതിൻ്റെ കാരണക്കാർ BJPയുടെ ഈ പറയുന്ന നോമിനീസാണെന്ന് സംഘപരിവാർ പറയുന്നു. എന്തായാലും സിനിമ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെ പോലെ ഒരു വലിയ നടൻ, ഇന്ത്യയും ലോകവും അറിയുന്ന വലിയ നടൻ, നമ്മുടെ എല്ലാം ഒരു പ്രിയപ്പെട്ട നടൻ, ആ നടൻ അങ്ങനെ പറയേണ്ടി വന്നുവെങ്കിൽ അത് നമ്മുടെ സിനിമാ ലോകം BJP ഭരണത്തിൻ്റെ കീഴിൽ എത്തിപ്പെട്ട അവസ്ഥയുടെ ഒരു തെളിവാണത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഖേദകരമായ സ്ഥിതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. കലാകാരന്മാർക്ക് ഇതുപോലെ മാപ്പിരക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു, ഖേദിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. അവർക്ക് ഫേസ്ബുക്കിലെ പോസ്റ്റ് കുറിച്ചിട്ട് ക്ഷമാപണം ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയത് BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ ഫാസിസ്റ്റ് ഭീകരതയാണ്. ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ പടം കണ്ടില്ലെങ്കിൽ പിന്നീട് അടുത്ത ആഴ്ചയാണ് ഈ പടം കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്ന് വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കത്രിക വെച്ചതിന് ശേഷമായിരിക്കും. അപ്പോൾ സംഘപരിവാർ എന്താണോ പറയുന്നത് അവർ പറയുന്ന പോലെ മാത്രം എല്ലാ കാര്യങ്ങളും ചിത്രീകരിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് എത്തിക്കുകയാണ് അവരിപ്പോൾ തന്നെ. ഇന്ന് തന്നെ ഇല്ലാത്ത നേരം ഉണ്ടാക്കി ഞാൻ വന്നത് കത്രിക വയ്ക്കും മുമ്പ് ഇത് കാണാനുള്ള ഒരു പ്രേക്ഷകൻ്റെ കലാബോധമുള്ള ഒരു മലയാളിയുടെ അവകാശം കൊണ്ടും താല്പര്യം കൊണ്ടുമാണ് ഇന്ന് തന്നെ ഇത് കാണാൻ ഞാൻ താല്പര്യം കാണിച്ചത്. അല്ലെങ്കിൽ അടുത്ത ആഴ്ച കണ്ടാലും മതിയായിരുന്നു. പക്ഷെ അപ്പം പലതും കാണില്ല.